ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണിത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഒരു പേഷ്യൻ്റെ ഡൗട്ടായിരുന്നു ഇത്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ കാണുന്ന ഒരു പേഷ്യൻ്റ്, ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. കീമോ കഴിഞ്ഞു, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവർക്ക് 18 റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ട്, അവരുടെ മകൻ്റെ മകൻ. അപ്പം ആ കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ അച്ഛനമ്മമാർ പുറത്താണ്. അപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിർത്തിയതാണ്. അപ്പോൾ കുട്ടിയുടെ കാര്യമൊക്കെ നോക്കുന്നത് ഈ അമ്മയാണ്. ഒരു സെർവൻ്റ് ഉണ്ട്, അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്യും കൂടിയും കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ അമ്മയാണ്. അപ്പോൾ എന്തവർ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. വരുന്ന 5 ഫെബ്രുവരി 5 റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് കുട്ടിയെ മാറ്റി നിർത്തേണ്ടി വരുമോ, കുട്ടിക്ക് ഈ റേഡിയേഷൻ്റെ എഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റുമോ, അതെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഇവർ മാറി നിൽക്കണോ, ഇവർ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിൽക്കണോ എന്നൊക്കെയാണ് ഇവരെന്നോട് ചോദിച്ചത്. സത്യം പറയാണല്ലോ, എനിക്ക് റേഡിയേഷൻ തുടങ്ങിയ സമയത്തും ഇങ്ങനെയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്കുണ്ടായ കൺഫ്യൂഷനല്ല, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ സംഭവം എൻ്റെ അമ്മയ്ക്കൊക്കെ റേഡിയേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കുമോ, അല്ലെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് മാറി നിൽക്കാൻ പറയുമോ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇനി അങ്ങനെ വല്ലതുണ്ടോ. അപ്പോൾ എനിക്ക് റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ 1-2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഡിയേഷൻ്റെ സമയത്ത് നീ കുട്ടികളെ എടുക്കണ്ട, അല്ലെങ്കിൽ റേഡിയേഷൻ്റെ സമയത്ത് നീ കുട്ടികളുടെ അടുത്ത് നിൽക്കണ്ട, നീ മാറി നിൽക്കണം, അല്ലെങ്കിൽ നീ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യരുത്, ഒരേ എന്താ പറയുക, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരെല്ലാം മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാനിതിനെക്കുറിച്ച് അറിയായിട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ മകന് ആ സമയത്ത് ചെറിയ കുട്ടിയാണ്, എന്നാലും ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പോഴത്തെ പഠിപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പഠിപ്പിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനാണ് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് എക്സാമിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ദൈവമേ, ഞാൻ മാറി നിന്നാൽ ഇവൻ്റെ അക്ഷരം പഠിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അടുത്ത വീട്ടിലുള്ള കുട്ടിയെ ഏൽപ്പിച്ചു പഠിപ്പിക്കാനൊക്കെ വേണ്ടി. ഞാൻ മാറി നിൽക്കുവാണല്ലോ, എനിക്ക് കുട്ടികളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ റേഡിയേഷൻ്റെ ഡോക്ടറോട് ചോദിച്ചു നോക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, പിന്നെ നിൻ്റെ അമ്മേൻ്റെ ഒരു റേഡിയേഷൻ്റെ സമയത്തൊന്നും അങ്ങനെ മാറി നിന്നിട്ടൊന്നും ഇല്ലല്ലോ, അപ്പം അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നീ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുന്നതാണ്. അപ്പം എനിക്ക് ഡോക്ടറോട് ചോദിക്കാൻ മടി. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ നേഴ്സാണ്, ഒരു നേഴ്സായിട്ടും ഇത്രയും പൊട്ടത്തരം ചോദിക്കുക, അതൊരു പൊട്ടത്തരാണെങ്കിൽ ഡോക്ടർ വിചാരിക്കില്ല ഇതിനൊന്നും അറിയില്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനും ഒരു മടി. പക്ഷേ എന്നോട് ഇങ്ങനെ വരുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ഒക്കെ പറയുന്നത്, നീ മാറി നിൽക്കട്ടോ, കുട്ടിയൊക്കെ റേഡിയേഷൻ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് റേഡിയേഷൻ എടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്കും കൂടി അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ, എന്താ പറയുക, എങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ എനിക്കും വന്നു. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, ഡോക്ടറോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ റേഡിയേഷൻ്റെ സമയത്ത് എൻ്റെ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് മാറി നിൽക്കണോ എന്നുള്ളത് ഞാൻ ചോദിച്ചു. എനിക്ക് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് പാടില്ലേ എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഡോക്ടറിനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, 1-2 പേരെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, ഇത് സാധാരണ റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്താ പറയുക, ഇത് കോശങ്ങൾ കരിഞ്ഞു പോകുമെന്നല്ലാതെ ഈ റേഡിയേഷൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ട എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ നിൽക്കുന്നതിനോ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതിനോ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനോ പുറത്ത് പോകുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ പ്രശ്നമുള്ളത് നമ്മൾ തൈറോയിഡ് ക്യാൻസറൊക്കെ വരുന്ന ആൾക്കാർക്ക് അയഡിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അയഡിൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനെ എന്താ പറയുക, ഒരു 45 ദിവസവും മറ്റോ ആണ് ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നമ്മൾ ഒരു മുറി തന്നെ ആയിരിക്കണം, നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടുകാരായിട്ട് കോണ്ടാക്റ്റ് പാടില്ല, വീട്ടുകാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, കുട്ടികളെ നിന്ന് എടുക്കാനോ ആരുമായിട്ട് കോണ്ടാക്റ്റ് പാടില്ല. ഒരു 45 ദിവസം നമ്മൾ തന്നെ ഒരു റൂമിലായിരിക്കും ഉണ്ടാവുക. അത് അയഡിൻ തെറാപ്പി എന്നാണ് അതിനെ പറയുന്നത്. അതെടുക്കുന്ന ആൾക്കാർക്കാണ്
ഇങ്ങനെ എന്താ പറയുക റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു റേഡിയേഷൻ എടുക്കുന്ന നമ്മളെപ്പോലെ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ആയാലും വേറെ ഏതെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് ആയാലും സാധാരണ റേഡിയേഷനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല. ആ ഒരു റേഡിയേഷൻ കൊണ്ട് നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു പ്രോബ്ലവും ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ആ പേഷ്യൻ്റ് എന്നോട് വിളിച്ച് ചോദിച്ച കാര്യമാണ്. അപ്പം നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവരുടെ ഒരു സംശയം എന്നെ വിളിച്ച് ചോദിക്കുകയാണ്. സിസ്റ്ററെ, ഇങ്ങനെ ഞാൻ റേഡിയേഷൻ എടുക്കാൻ പോവാണ്, അപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെറിയ മോനുള്ള സിസ്റ്റർക്ക് അറിയാമല്ലോ, അപ്പോൾ അവനെ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ മാറി നിൽക്കണം, കുട്ടിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, നിങ്ങൾ പുറത്ത് പോകാൻ പാടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങളോട് ഡോക്ടർ ഇങ്ങനെ എന്തോ പറഞ്ഞോ? അപ്പോൾ ഒരാൾ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡോക്ടറോടല്ല, അവരവിടെ റേഡിയോളജിസ്റ്റോടാണെന്നോ ആരോടും അറിയില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനും നിങ്ങൾക്ക് പുറത്ത് പോകുന്നതിനും ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് എന്നിട്ടും സംശയം, വരുന്ന ആൾക്കാർ മുഴുവൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പം അവർക്ക് സംശയം. അപ്പം ഞാൻ ചോദിച്ചു, ഈ വരുന്ന ആൾക്കാർ മെഡിക്കൽ ഫീൽഡുമായി എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരാണോ? ഒരു ബന്ധവുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇവർ എങ്ങനെ പറയുന്നത്, എന്ത് കേട്ടിട്ട് അവർ പറയുന്നത്, ഇവർക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? ഒരു ബന്ധവുമില്ല. എവിടുന്നോ എന്തോ പൊട്ടത്തരം കേട്ടിട്ട് ആരോ എന്തോ ചെയ്ത്, ചിലപ്പോൾ ഈ അയഡിൻ തെറാപ്പിയൊക്കെ ആയിരിക്കും. അപ്പം അതിന് കേട്ടിട്ടാണ് റേഡിയേഷൻ. പിന്നെ റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്തോ ഭയങ്കര ഒരു സംഭവം, എന്താ പറയുക, നമ്മൾ പൊതുവേ റേഡിയേഷനുള്ള റൂമിലേക്കൊന്നും ആരും പോകാറില്ലല്ലോ. എന്നുവെച്ചാൽ എക്സ്റേ റൂം, പിന്നെ അങ്ങനെ CT MRI ഒന്നും എടുക്കുന്ന റൂമിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ റേഡിയേഷൻ കിരണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല. പക്ഷെ അതും ഇതുമൊക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരത്തിൽ കയറ്റി വിടുന്ന ഈ സാധനം പിന്നെ പുറത്തേക്ക് വന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റേഡിയേഷനെ കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ അതായിരിക്കും, റേഡിയേഷൻ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നമുക്ക് ഒരു പ്രവേശനമില്ലാത്ത സ്ഥലമാണ് റേഡിയേഷനുള്ള സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അതായിരിക്കും ആൾക്കാർക്ക് മൊബൈൽ ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷനൊക്കെ ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് അങ്ങനെ ഒരു ചിന്തയായിരിക്കും. പക്ഷേ ആ റേഡിയേഷനും ഈ റേഡിയേഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇത് വേറെ തന്നെയാണ്. ഈ റേഡിയേഷൻ നമ്മൾ പേഷ്യൻ്റ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇതൊരു ലൈറ്റ് അടിക്കുന്നതാണ്, ആ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിന്നെ വേറൊരാളുടെ ശരീരത്തിലേക്ക് പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അവർക്ക് യാതൊരു തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് പേഷ്യൻ്റ് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുകയോ കാണാതിരിക്കുകയോ റൂമിലിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് സാധാരണ ചെയ്യുന്നതെല്ലാം ചെയ്യാം. നമുക്ക് പുറത്ത് പോകാം, നമ്മളെ കുട്ടികളെ എടുക്കാം, നമ്മളെ കുട്ടികളോട് സംസാരിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഞാനൊക്കെ എല്ലാം എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു. ഞാൻ മാറി നിന്നിട്ടൊന്നുമില്ല. എന്നോട് മാറി നിൽക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനത് ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്ത കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. കാരണം നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർ ഒന്നും അറിയാത്ത ആൾക്കാർ പലതും വന്ന് നമ്മളോട് പറയും. അതൊന്നും കേട്ടിട്ട് വെറുതെ തെറ്റിദ്ധരിക്കരുത്. കറക്റ്റ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ആ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ദൂരീകരിക്കുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന ഡോക്ടർമാരെക്കാട്ടിലും വലിയ ഡോക്ടർമാരായ കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വരാനുണ്ടാവും. അത് നമ്മുടെ ബന്ധുക്കളാവട്ടെ, അയൽക്കാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, പലരുമായിരിക്കും. അവർക്ക് സംഭവം ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്നും പിന്നൊക്കെ കിട്ടിയ ഒരു മുറിവൈദ്യം നാലെ കൊല്ലെന്ന് പറയില്ലേ, അതുപോലെയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ കുഞ്ഞു അറിവുകൾ വെച്ച് അവരത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി നമ്മളെയും കൂടി പേടിപ്പിക്കും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കും ഇങ്ങനെ ഡൗട്ട് വന്നു പോയി. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് പോലും എനിക്കും എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞ സമയത്ത് ഞാനും സംശയിച്ചു പോയി ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാനത് നേരിട്ട് തന്നെ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്തു, അങ്ങനെ ഇല്ല എന്നറിഞ്ഞു. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ അറിവുകൾ പകർന്നു തരുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുക. നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞ ചേച്ചിയോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഇല്ല. റേഡിയേഷൻ്റെ സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ മൂലം നമുക്ക് റേഡിയേഷൻ എന്ന സംഭവം ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന പോലെ നമ്മളിൽ നിന്ന് മറ്റാർക്കും ഒരു ദോഷമായ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ ഫാമിലിയോട് കൂടി നിൽക്കാം. കാരണം ഞാൻ ഇത് ചോദിച്ച് ഉറപ്പ് വരുത്തിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിച്ച് അവരോട് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചോളൂ. അപ്പോൾ അവർ ഓൾറെഡി ചോദിച്ചതാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് സംശയമാണ്. ആളുകൾ വന്നിങ്ങനെ പറയുമ്പോൾ അവർക്ക് സംശയമാണ്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. റേഡിയേഷൻ സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിയോട് കൂടി നിൽക്കാം. പകരം അയഡിൻ തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു എത്രയാണോ എത്ര ഒരു ഡേറ്റ് ഉണ്ട്, 30 ദിവസമോ 40 ദിവസമോ എത്ര ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. കാരണം അയഡിൻ തെറാപ്പി നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്.
അത് സ്വാഭാവികമാണ്, ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയും. അല്ലാതെ ഡോക്ടേഴ്സ് പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്നത് ഡോക്ടർമാർക്ക് തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരോ പറയുന്ന കേട്ട് നിങ്ങൾ ചുമ്മാ ടെൻഷൻ ആവുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അവർ പറയുന്ന കേട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് പൊതുവേ ജനങ്ങൾക്ക് ഉള്ളിലുള്ളതാണ്. പൊതുവേ റേഡിയേഷൻ എന്ന സംഭവം ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും. പക്ഷേ അങ്ങനെ മോശമായ ഒരു റേഡിയേഷനുമല്ല നമുക്ക് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കരിച്ചു കളയുന്നു എന്നല്ലാതെ അത് പുറത്ത് ചെന്ന് മറ്റുള്ളവർക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. റേഡിയേഷനൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കണ്ട് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബൈ.